അടർത്തിയെടുക്കലും സ്ഥാനാർത്ഥിത്വം കൊടുക്കലും പോലുള്ള ചെറിയ കാര്യങ്ങളല്ല ഇത്. അവിടെ സംഘ് പരിവാറിനെ അല്ലെങ്കിൽ BJPയെ വെറുപ്പിൻ്റെ ഫാക്ടറി എന്ന് വിശേഷിപ്പിക്കുകയും അവിടെ നിന്ന് സ്നേഹത്തിൻ്റെ കടയിലേക്ക് വരികയും ചെയ്യുന്ന ഒരു ഐഡിയോളജിക്കൽ ചേഞ്ചിനെയാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്യുന്നത്. അതിൻ്റെ ജാള്യത അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിൽ തുറന്നു പറഞ്ഞല്ലോ. അതിൻ്റെയൊക്കെ ജാള്യതയും കുറ്റബോധവും അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസ് ആശയങ്ങളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മതേതര ആശയങ്ങളെ മുറുകെ പുണരാതെ അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാതെ ഒരിക്കലും കോൺഗ്രസ് ആയിട്ട് ആർക്കും നിലകൊള്ളാൻ കഴിയില്ല, കോൺഗ്രസിലേക്ക് വരാനും കഴിയില്ല. കാരണം BJPയും കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നോട്ട് ജസ്റ്റ് ടു ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ്, ആ ഒരു വ്യത്യാസം മാത്രമല്ല ഉള്ളത്, അത് ഐഡിയോളജിക്കലി കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ അത് അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞ പോലെ ഇന്ത്യയുടെ DNA കോൺഗ്രസ് DNA അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അത് നാടിന് നല്ലതല്ലേ. ഒന്നും വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പും വിദേശം പ്രചരിപ്പിക്കാതിരിക്കാനെങ്കിലും പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു ചിന്തയെ ഉൾക്കൊണ്ടിട്ടാണ് ഒരാൾ ഇങ്ങോട്ട് വരുന്നത്. നല്ല കാര്യമല്ല. മാത്രമല്ല ഇനിയിപ്പോൾ ഇദ്ദേഹം വന്നതിന് CPMന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നും ഞങ്ങൾ ഹൃദയം കൊണ്ട് സ്വാഗതം ചെയ്യുന്നു, ആശയങ്ങൾ ഉപേക്ഷിക്കലാണ് പ്രധാനമെന്നും എന്നൊക്കെ നേരത്തെ പ്രഖ്യാപിച്ച് അടിച്ചു വെച്ചിരിക്കുകയല്ലേ വീഡിയോ ഒക്കെ.